വെൽക്കം ടു മൈ ഹോം. എന്തൊരു സോഫ്റ്റ്. വലത് കാൽ വെച്ച് അകത്തേക്ക് വരൂ ജിലേബി. വന്നു കയറിയ ശേഷം ഏത് കാല് വെച്ചാൽ എന്താണ് ഭംഗി? ഒലിപ്പിക്കല്ലേ അവള് തന്നെ. ഏതെങ്കിലും ഒരു കാലെടുത്ത് വെച്ച് വരൂ. പക്ഷെ കാല് വെക്കണം. അയ്യോ ബാക്ക് കണ്ടില്ലേ, ബെൻസ് കാറിന്റെ ബമ്പർ പോലെ. It's very clean. അയ്യോ ഐഡിയ പ്രോമിസ്. നിങ്ങള് വീട് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതിനല്ലേ ഞാൻ ഒന്നിന് 2 അസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ, എനിക്കൊരു ചെറിയ പണിയുണ്ട്. ദേ പോയി ദാ വന്നു. ഓക്കേ വിഘ്നേശ്വര, വിഘ്നവിനായക, ഞാൻ ആദ്യമായിട്ട് ഏത് ജോലി ചെയ്താലും തടസ്സം വരാതിരിക്കാൻ നിന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ വൃത്തികെട്ടന്മാര് വെള്ളം ഒടിക്കുമ്പോഴും സീർട്ട് വലിക്കുമ്പോഴും പിങ്ക് പാർട്ടി ചെയ്യുമ്പോഴും ലവ് ആണെങ്കിലും ലൈൻ ആണെങ്കിലും നിന്നെയോ ഒരിക്കലും ഓർമ്മിക്കില്ല. എന്നാ ഞാനോ നിന്റെ പരമഭക്തനാ. അങ്ങനത്തെ തെറ്റൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം നീ കണ്ടു കഴിഞ്ഞാൽ ആ പാപം വന്ന് ചേരാൻ പോകുന്നത് എന്നെയാ. സോ ക്ലോസ് യുവർ ഐസ്. ഹലോ ബുള്ളറ്റ് രാജ. ഹലോ ബ്രദറെ, നിന്നെ തന്നെ. സ്വപ്നം നീയാണ് കാണുന്നത്, അവളല്ലടാ കണ്ണാ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? നിന്നെ അവളെ വെച്ച് നോക്കുമ്പോ ഹാസ്റ്റൽ വാർഡന് 6ാം ക്ലാസ് പെണ്ണ് പോലെ ഇരിക്കുന്നു. പോവാം പോവാം. ഹലോ, എന്തായി കാണിക്കുന്നത്? അതൊന്നുമില്ല, ഒരുപാട് സന്തോഷം ഉണ്ടാവുമ്പോ എന്റെ ബോഡി ടൈറ്റ് ആവും. അതുകൊണ്ടാ ഞാൻ യോഗ ചെയ്ത് എന്റെ ബോഡി ലൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങള് വളരെ ഗ്രേറ്റ് ആണ്. അത് ശരിയല്ലേ? ആണുങ്ങൾ എപ്പോഴും ഗ്രേറ്റ് തന്നെയല്ലേ? നോ 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 നോ, ഞങ്ങൾ പെണ്ണുങ്ങളാണ് എന്നും ഗ്രേറ്റ്. അങ്ങനെയൊന്നും അല്ലെന്നേ. ഒരു സ്ത്രീക്ക് ഒരു കൊല്ലത്തില് ഒരൊറ്റ കുഞ്ഞിന് മാത്രമേ അമ്മയാകാൻ സാധിക്കൂ. എന്നാൽ ഒരു ആണിനോ ഒരു കൊല്ലത്തില് 365 കുട്ടികളുടെ അച്ഛനാകാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യു സോ ബ്രില്യന്റ്. ബ്രില്യന്റോ? ഞാനോ? ഇതൊക്കെ കേട്ടിട്ടെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സന്തോഷം ഞാൻ എല്ലാരോടും പങ്കിടാൻ പോവാണ്. ഒറ്റ സെക്കൻഡ്. ഈ ബ്രില്യന്റ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഒരു ദിവസത്തിൽ അത് ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി ഏതൊരു കാര്യത്തിന് വേണ്ടിയാ ഒറ്റക്കാലിൽ നിൽക്കുന്നെന്ന് പറയാൻ പറ്റുമോ? ഷഡി ഇടുന്ന സമയത്തും ഷഡി ഊരുന്ന സമയത്തും. അതല്ലേ ആൻസർ? നിങ്ങൾ എന്നെക്കാളും വളരെ ബ്രില്യന്റ് ആണ്. ഈ സന്തോഷത്തിലെ ഞാനൊരു 10 ml അടിച്ചിട്ട് വരാം. 3 ക്ലാപ്പന്മാരാണല്ലോ. ഹായ്, ഫസ്റ്റ് ടൈം അല്ലേ? നന്നായിട്ട് വേർത്തു. അതാ കുളിച്ചത് നിനക്ക് വേണ്ടിയാ. ഇയാള് കാണാൻ നല്ല സ്ട്രോങ് ആണല്ലോ. എന്ത് ജോലിയാ ചെയ്യുന്നത്? ശമ്പളം എത്രയാ? ബഗ് റെസ്റ്റോറന്റിൽ മാനേജർ പോസ്റ്റ് ആണ്. മാസം 25,000 രൂപ കിട്ടും. അതുപോലെ 5,000 എക്സ്ട്രായും കിട്ടും. നിന്റെ കാര്യം എങ്ങനെയാ? അങ്ങനെ പറയത്തക്കതായിട്ട് ഫിക്സഡ് സാലറി ഒന്നും എനിക്കില്ല. അപ്രോക്സിമേറ്റ്ലി മുകളിലും താഴെയായിട്ട് ഒരു ദിവസം 30,000 തൊട്ട് 50,000 വരെ കിട്ടും. പെണ്ണായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഒരു ദിവസം 50,000 രൂപ. അയ്യോ. കരിമ്പ,
എത്തിപ്പോയി അളിയാ, എത്തി. എടാ അളിയാ, ജിലേബി സൂപ്പർ. നമ്മുടെ പിങ്ക് വിപ്ലവം ഇന്ന് സൂപ്പർ. അളിയാ, ഈ കളർ മാമൻ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെടിവഴിപാടിൽ നമ്മൾ വടിയാവോടാ. പടിയാവോ? പോയിന്റ് നമ്പർ 6. അൺടിൽ ദാറ്റ് ടൈം ലുക്ക് ദേർ. ആക്രാന്തി മൂത്ത് സേഫ്റ്റി ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വല്ല മാറാരോഗം വരോടെ. സേഫ് സെക്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചോണ്ട് പോയി ആക്സിഡന്റ് ആയ തല തെറിക്കും ഗ്യാരണ്ടി. അതിനാണ് പറഞ്ഞത് സാധനം സൈഡ് ഡിഷ് മേടിച്ചോണ്ട് വരുമ്പോ അതും കൂടെ മേടിച്ചോണ്ട് നിക്കേ. ഞാൻ പോയി വാങ്ങിച്ചോണ്ടോ? അറിയാ, എല്ലാരും കൂടെ ബാക്ക് സീറ്റിൽ കയറി ഇരുന്നാ ആര് സ്റ്റിയറിംഗ് പിടിക്കും? മാത്രമല്ല ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്റെ പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ ഉണ്ട്. അങ്ങനത്തെ ഞാൻ പോയി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ചീപ്പാവില്ലേ അളിയാ? പിന്നെ ഞാൻ വരുന്നവരെ നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്. സത്യമായിട്ട് ഞാൻ ടച്ച് പോലും ചെയ്യില്ല. പ്രാമിസ്? പ്രോമിസോ? എവിടെ ചെയ്യണം? എവിടെ ചെയ്യണം? നീ എവിടെയും ചെയ്യണ്ടടാ. നിന്നെ എനിക്ക് വിശ്വാസം ഉണ്ടാ, നീ ഒന്നും ചെയ്യില്ല. എന്റെ ഡൗട്ട് മുഴുവൻ ആ മുടി വളർത്തവനെയാ. നിന്റെ 2 കണ്ണും അവന്റെ മേളിലായിരിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ദയവായിട്ട് പോടാ. കപ്പൊക്കെ കഴിക്കൊണ്ടു. ആദ്യം സേഫ്റ്റി. അതാണ് അതിന്റെ ബ്യൂട്ടി. ഊട്ടിപ്പട്ടണം ചേർത്ത് കെട്ടണം. വാടാ. ഇതിനെ പിടിക്കാനാണോ വന്നേ? നിന്നെ കാണാനേ നല്ല ഭംഗിയുണ്ട്. താങ്ക്സ്. നിന്റെ രാശി ഏതാ? രാശിയോ? എന്തിനാ? വിവാഹം കഴിക്കാനാ? ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്യില്ല, വെറുതെ ചോദിച്ചാ. കന്നി രാശി. ഫാന്റാസ്റ്റിക്. ഞാൻ വിചാരിച്ചു നീ കന്നിരാശിക്കാരിയായിരിക്കും. എന്റേതേ തുലാം രാശിയാ. നമ്മള് നന്നായി ചേരും. അത് ശരി, ഒരു ദിവസം എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ഡ്യൂട്ടി? 24 മണിക്കൂറും പൈസ കിട്ടുകയാണെങ്കിൽ 24 മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറാ. എന്റെ ഇത് ഫിക്സഡ് റേറ്റ്, നോ ബാർഗെയിൻ, ജെന്യുവൻ സർവീസ്. അയ്യോ, നിങ്ങൾ കിടുവാണ് കേട്ടാ, കിടു. ഊരിക്കേ, അത് ഊരിക്കേ. അത് ഊരാനാ പറഞ്ഞത്. ഹനുമാൻ എന്ന് വെച്ചാ എനിക്ക് ഭക്തിയും പേടിയുവാ. ദയവായി ആ ലോക്കറ്റ് ഊരിക്കേ പ്ലീസ്. ഞാനിവിടെ അടച്ചിട്ട് വന്നതല്ലേ, നീ നിന്നെ തുറന്നു കാണിക്കുന്നേ. ഊര് ജിലേബി, അതിന് ഊര് ജിലേബി. ദയവായ ലോക്കറ്റ് ഊര് ജിലേബി. ആ ലോക്കറ്റ് ഊരുന്നുണ്ടോ? മനസ്സിലായി, എടുക്കാം. ആഞ്ജനേയ സ്വാമിയുടെ ഭക്തനാണല്ലേ, എന്നിട്ടാണോ ഈ പണിയൊക്കെ? രാമജയം, രാമജയം. അല്ല യേശു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ. ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. ഹനുമാന്റെ ഭക്തനാ ഞാൻ, അറിയൂ. എടി പെണ്ണെ പട്ടിക്കുട്ടി ഊട്ടി എന്തൊരു ബ്യൂട്ടി. സാധനം എവിടെ ഉണ്ട്? അത് ഈ കടയിൽ ഉണ്ട്. എനിക്കൊരു അത് വേണം. അതെന്ന് വെച്ചാ ഏതാ? അത് ഇവിടെ കടയിൽ അത് തന്നെ. ചേട്ടാ, ഒരു ഹഗീസ് എടുത്തേ. ആദ്യം അവർക്ക് കൊടുക്ക്. ഹഗീസ് 1 മിനിറ്റ്. വേഗം. 30 rupees. താങ്ക്സ് മാഡം. ഹഗീസ്. ഇനി പറയൂ. ഹഗീസ് മനസ്സിലായി. ഒരു പാക്കറ്റ് ഹഗീസ് വേണം അല്ലേ? എന്റെ പൊന്നു മാഷ, അതല്ല, ഈ ബോഡി എക്സസൈസ് ചെയ്യില്ലേ നല്ല ശരീരത്തിൽ. അത് ക്വാളിറ്റി കുറയരുത് കേട്ടോ. ഇതല്ലേ ചോദിച്ചത്. ഒരു ദിവസം 3 പ്രാവശ്യം കുടിച്ചാൽ മതി, വേഗം മെലിയാൻ പറ്റും. ഗ്രീൻ ടീ. ഗ്രീൻ ടീ അല്ല, അത് എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള 5 കോണ്ടംസ് പാക്കറ്റ് വേണം. ഓക്കെ. മുത്തശ്ശന് ഒടുക്കത്തെ മൈലേജ് ആണല്ലോ. 5 കോണ്ടം. ഈ കാർ ഏത് റേസിൽ ഓടാൻ പോണെന്ന് അറിയുന്നില്ല. ശരി, സൂക്ഷിച്ചു പോണം കേട്ടോ. വടിയും പിടിച്ച് പോണില്ലേ? ഹലോ. ആ മുത്തശ്ശൻ വാങ്ങിച്ചോണ്ട് പോയില്ലേ, അത് 3 പാക്കറ്റ് വേണം. സ്ട്രോങ് ആയിരിക്കണം. അതായിരുന്ന ദിവസവും ടിവിയിൽ പരസ്യം കാണിക്കുന്നത് കാണാറില്ലേ? എന്നിട്ടാണ് നിങ്ങൾ ഇത്രയും കാണിച്ചേ? ചോദിക്കാൻ തന്നെ അവൻ ഇത്രയും സമയം അവിടെ ചെന്ന് എന്ത് ചെയ്യുമെന്തോ. 70 രൂപ എടുക്ക്. എന്നാ കാശ്, ആ ബാലൻസ് നീ തന്നെ വെച്ചോളൂ. ഉപയോഗിക്കാൻ അറിയാലോ. ഞാൻ പഠിച്ചോളാം. എന്താ മോനെ? വടിയില്ലാതെ നടക്കാൻ കഴിയില്ല, കണ്ണാണെങ്കിലോ കാണുന്നുമില്ല. എന്നിട്ട് ഈ 5 സ്ട്രോങ് കോണ്ടം കൊണ്ടുപോയി മുത്തശ്ശൻ എന്താണ് ചെയ്യാൻ പോണത്? എന്റേത് വളരെ പഴയ കെട്ടിടവാ. ഈ വെള്ളത്തിന്റെ പൈപ്പില്ലേ, അതിൽ ഓട്ട വീണ് വെള്ളം മുഴുവനും ലീക്കായി ചുമര് മുഴുവനും ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് കൊണ്ടുപോയ ഓട്ട അടച്ച വെള്ളം നിന്നു പോവും. അത് ശരി. അത് മാത്രമല്ല,
എന്റെ ഭാര്യയുടെ തോട്ടത്തില് പൈപ്പ് ലീക്കായാലും അവിടെയും ലീക്കാണോ? അവളും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. അത് ശരി. കോണ്ടം നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി ആണല്ലേ? ശരി, അപ്പം എന്നാ ശരി, പോയിക്കോ. എന്നിട്ട് ഓട്ടയെ അടയ്ക്കണം. ആ, പെട്ടെന്ന് പോയി അടയ്ക്കോട്ടാ. കണ്ടില്ലേ, ഗവൺമെന്റ് എയ്ഡ്സ് വരാതിരിക്കാനും ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി കോണ്ടം ഉപയോഗിക്കൂന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്താ ഈ ജനങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുവെന്ന്. പക്ഷെ നിങ്ങൾ മാത്രം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. സേഫ് ആൻഡ് സെക്യൂരിറ്റി. ഹാപ്പി ലൈഫ്. For more updates, like, comment, subscribe to our channel.